بسم الله الرحمن الرحيم. الله الذي جعل لكم الليل لتسكنوا فيه والنهار مبصرا إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون ذلكم الله ربكم خالق كل شيء لا إله إلا هو فأنى تؤفكون كذلك يؤفك الذين كانوا بآيات الله يجحدون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1643 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 40-ാമത്തെ അധ്യായമായ സൂറത്തുൽ ഗാഫിറിലെ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي جعل لكم الليل لتسكنوا فيه والنهار مبصرا إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون ذلكم الله ربكم خالق كل شيء لا إله إلا هو فأنى تؤفكون كذلك يؤفك الذين كانوا بآيات الله يجحدون صدق الله العلي العظيم. സൂറത്ത് ഗാഫിറിലെ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ ഏകത്വം പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വെളിപ്പെടുത്തുന്ന മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആളുകളെ അക്കാര്യം ബോധ്യപ്പെടുത്തുന്ന ചില ആയത്തുകളാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറ. ഈ പ്രപഞ്ച സംവിധാനം എത്ര വിസ്മയകരമായ വിധത്തില് വളരെ സമഗ്രവും അനുയോജ്യവുമായ വിധത്തിൽ ആസൂത്രണം ചെയ്യപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും കാര്യങ്ങളെ സമഗ്രമായി നോക്കിക്കാണുന്ന ഒരേ ഒരു ഏകനായ ശക്തി കാര്യങ്ങളെ ആസൂത്രണം ചെയ്യുന്ന വിധത്തിൽ മാത്രമാണ് എന്നതാണ് ഈ ആയത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന സംഗതികൾ വെളിപ്പെടുത്തുന്നത്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി. നിങ്ങൾക്കായിട്ട് രാവിനെ നിങ്ങൾ ശാന്തി അടയുന്നതിന് വേണ്ടി രാവിനെ ആവിഷ്കരിച്ചു തന്നിരിക്കുന്നു അവൻ. അല്ലാഹുല്ലദീ ജഅല ലക്കും. അത് ചെയ്തിരിക്കുന്നത് അല്ലാഹു ആണ് എന്നാണ് അല്ലാഹുവിടെ വ്യക്തമായിട്ട് പറയുന്നത്. അല്ലാഹു ആണ് അല്ലദീ ജഅല ലക്കുമുൽ ലൈല, രാവിനെ നിങ്ങൾക്കായിട്ട് ആവിഷ്കരിച്ചു തന്നിരിക്കുന്നത്, ഈ വിധത്തിൽ സജ്ജീകരിച്ചു തന്നിരിക്കുന്നത്. അതിന്റെ പേർപ്പസ് ലിതസ്കുനൂ ഫീഹി, നിങ്ങൾ ആ രാവിൽ രാത്രി നേരം നിങ്ങൾക്ക് ശാന്തി അടയുന്നതിന് വേണ്ടിയാണ്, സക്കീനത്ത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. വന്നഹാറ മുബ്സിറ, പകലിനെ അവൻ പ്രകാശമാനമാക്കിയിട്ടുള്ളതും ഇതേ താല്പര്യത്തിലാണ്. രാവിനെ നിങ്ങൾക്ക് സക്കീനത്ത് നൽകുന്ന വിധത്തില്
നിങ്ങൾക്ക് ശാന്തി അടയാൻ പറ്റുന്ന വിധത്തിൽ അതിനെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അള്ളാഹുവാണ്. അതുപോലെ പകലിനെ പ്രകാശമാനമാക്കിയിട്ടുള്ളത്, മുബസ്സിർ ആക്കിയിട്ടുള്ളത്, മുബസ്സിർ എന്ന് പറഞ്ഞാൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രകാശം പരന്ന വിധത്തിലുള്ള എന്നൊക്കെയാണ് അതിന്റെ സൂചന. എന്നിട്ട് തുടർന്ന് പറയുന്നത് ഇന്നല്ലാഹ ലദു ഫളിൻ അലന്നാസ്, നിശ്ചയമായിട്ടും അള്ളാഹു മനുഷ്യരോട് വളരെയേറെ ഔദാര്യമുള്ളവനാണ്. വലാകിന്ന അക്സറൻ നാസി ലാ യശ്കുറൂൻ, പക്ഷെ ഇക്കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് കൃതജ്ഞത കാണിക്കുന്നവരല്ല മനുഷ്യരിൽ ഏറെ പേരും എന്നാണ് അള്ളാഹു തുടർന്ന് ആ ആയത്തിൽ പറയുന്നത്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, ഈ അള്ളാഹു ഉണ്ടല്ലോ രാത്രിയെയും പകലിനെയും ഈ വിധത്തില് ഹ്യൂമൻ ഫ്രണ്ട്ലി ആയിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന, രൂപകൽപ്പന ചെയ്തിരിക്കുന്ന അള്ളാഹു, അവനാണ് ഖാലിഖു കുല്ലി ഷൈഇൻ. നിങ്ങളുടെ ഈ അള്ളാഹു, നിങ്ങളുടെ ഈ നാഥൻ, ഈ റബ്ബ്, ആ റബ്ബാണ് ഖാലിഖു കുല്ലി ഷൈഇൻ, എല്ലാറ്റിൻ്റെയും സൃഷ്ടാവായിരിക്കുന്ന നാഥൻ. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, മറ്റൊരു ഇലാഹുമില്ല. ഫഅന്നാ തുഅഫകൂൻ, എന്നിട്ടും എവിടെ നിന്നാണ്, എങ്ങനെയാണ് നിങ്ങൾ വഴിതെറ്റിക്കപ്പെടുന്നത്? കദാലിക യുഅഫകുൽ ലദീന കാനൂ ബി ആയാത്തില്ലാഹി യജ്ഹദൂൻ, അള്ളാഹുവിന്റെ ആയാത്തുകളെ നിഷേധിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ഈ വിധത്തിലാണ് വഴികേടിലാക്കപ്പെടുന്നത് എന്നാണ് തുടർന്ന് അള്ളാഹു പറയുന്നത്. ഈ 3 ആയത്തുകള് 61 മുതൽ 63 വരെയുള്ള ഈ 3 ആയത്തുകളിൽ അതിന്റെ തൊട്ടു മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത മക്കയിലെ ബഹുജന സാമാന്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെയും പാരത്രിക ജീവിതത്തെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളുടെ ആ വിവരണത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ 3 ആയത്തുകൾ വരുന്നത്. നിശ്ചയമായിട്ടും ഉയർത്തെഴുന്നേൽപ്പിന്റെ നാള് വരിക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ആളുകളിൽ ഏറെ പേരും അതിൽ അവിശ്വസിക്കുന്നവരാണെങ്കിലും. അതുപോലെ അള്ളാഹു നടത്തിയൊരു പ്രഖ്യാപനവും മുകളിൽ നമ്മൾ കാണുകയുണ്ടായി. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, നിങ്ങളുടെ നാഥൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുക, നിശ്ചയമായിട്ടും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. എന്നാൽ ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് അടിമപ്പെടാൻ കിബ്ർ കാരണമായിട്ട് കൂട്ടാക്കാതിരിക്കുന്ന ആളുകൾ, തീർച്ചയായിട്ടും അവര് ചെന്ന് പതിക്കാൻ പോകുന്നത് നരകാഗ്നിയിലാണ്. അതൊരിക്കലും തന്നെ അഭിമാനകരമായ ഒരു സംഗതി എന്ന നിലക്കല്ല. അവര് കീഴ്പ്പെട്ടവരായും നിന്ദ്യരായും അതുപോലെ താഴ്മ കാണിക്കേണ്ട നിർബന്ധിതാവസ്ഥയുള്ളവരായിക്കൊണ്ടൊക്കെയാണ്, ദാഹിറുകളായിട്ടാണ് അവര് നരകത്തിൽ പതിക്കുക എന്ന കാര്യം കൂടിയാണ് അള്ളാഹു അവിടെ പറയുകയുണ്ടായത്. അതിനെ തുടർന്നാണ് എങ്ങനെയാണ് സ്രഷ്ടാവായ റബ്ബിനെ നിഷേധിക്കുന്ന, അവന്റെ ഏകത്വത്തെ അംഗീകരിക്കാത്ത ആളുകളായിട്ട് നിങ്ങൾക്ക് നിലകൊള്ളാൻ സാധിക്കുക? ബുദ്ധിപരമായ സത്യസന്ധതയോടുകൂടി കാര്യങ്ങളെ കാണുന്ന ആളുകളാണെങ്കിൽ പ്രപഞ്ചത്തിലെ അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നതായ അതുപോലെയുള്ളതുമായ പല പ്രതിഭാസങ്ങളും തന്നെ ധാരാളം മതിയായതാണ് അള്ളാഹുവിന്റെ ഏകത്വത്തെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ എന്ന വിധത്തിലാണ് തുടർന്നുള്ള വിവരണം മുന്നോട്ട് നീങ്ങുന്നത്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈല, രാവും പകലും ഇവിടെ പരാമർശിക്കപ്പെടുകയാണ്. അള്ളാഹുവിന്റെ
വളരെ ഉദ്ദേശ്യപൂർവം ആയിട്ടുള്ള ആസൂത്രണ ഫലമായി പ്രവർത്തനക്ഷമമായിട്ടുള്ള പ്രതിഭാസങ്ങളാണ് രാവും പകലും. കേവല യാദൃച്ഛികതകളല്ല രാവും പകലും. രാവും പകലും ഉണ്ടായി വരുന്നതിന്റെ ശാസ്ത്രീയ തലങ്ങൾ അറിയുന്നവരാണ് നമ്മളൊക്കെ ഇന്ന്. സൂര്യനും ചന്ദ്രനും കറങ്ങുന്ന ഒരു പ്രത്യേകമായ രീതി കാരണമായിട്ടാണ് ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടുന്നത്. ഏത് വശമാണോ ഭൂമിയുടേത് സൂര്യന് അഭിമുഖമായിട്ട് വരുന്നത് ആ ഭാഗം പകലും, സൂര്യനിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന ഭാഗം രാവുമായിട്ടാണ് ഭൂമിയിൽ നമുക്ക് അനുഭവപ്പെടുന്നത്. അത് തന്നെ നൽകുന്ന സൂചന സൂര്യനെ സൃഷ്ടിച്ചത് ഒരു ശക്തിയും ഭൂമിയെ സൃഷ്ടിച്ചത് മറ്റൊരു ശക്തിയുമാണെങ്കിൽ ഒരിക്കലും തന്നെ ഈ യോജിപ്പോടു കൂടിയുള്ള ഈ സംക്രമണം, ഈ ചലനം, എന്നിട്ട് നിരന്തരമായി അനുഭവപ്പെടുന്ന ഈ പ്രതിഭാസങ്ങൾ പ്രവർത്തനക്ഷമമാകുമായിരുന്നില്ല. സൂര്യനെ സൃഷ്ടിച്ചത് ഒരു ഇലാഹും ഭൂമിയെ സൃഷ്ടിച്ചത് മറ്റൊരു ഇലാഹുമാണെങ്കിൽ ഒരിക്കലും തന്നെ ഭൂമിയിൽ ഈ നിശ്ചയിക്കപ്പെട്ട വിധത്തിലുള്ള രാവും പകലും അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല. അത് ഭൂമിയെ സൃഷ്ടിച്ച അതേ റബ്ബ് തന്നെയാണ് സൂര്യനെയും സൃഷ്ടിച്ചത്. അതേ റബ്ബ് തന്നെയാണ് ഈ സൂര്യന്റെയും ഭൂമിയുടെയും പ്രത്യേകമായ കറക്കത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന രാവും പകലും ഭൂമിയിൽ അനുഭവപ്പെടുന്ന ആ പ്രതിഭാസം ആവശ്യമായ കോടിക്കണക്കിന് ജീവജാലങ്ങളുടെ സൃഷ്ടാവും അതേ റബ്ബ് തന്നെ ആവുമ്പോഴാണ് അത് സമഗ്രമായ ഒരു ആസൂത്രണവും അതിന്റെ ഫലമായുള്ള ഒരു പ്രവർത്തനവുമായിട്ട് മാറും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭൂമുഖത്ത് രാവും പകലും വളരെ അനിവാര്യമാണ്. വിശ്രമ സമയമായിട്ട് അല്ലാഹു രാവിനെ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിന് ഏറ്റവും പറ്റിയ വിധത്തിലുള്ള ഒരു കംഫർട്ട് തരുന്ന ഒരു അളവിലുള്ള പ്രകാശം മാത്രമേ രാവിലെ ഭൂമുഖത്ത് ലഭ്യമാവുന്നുള്ളൂ. അത് മനുഷ്യന് വിശ്രമം, സക്കീനത്ത് ലഭിക്കുന്നതിന് ഉപകരിക്കുന്ന ഒരു കണ്ടീഷനാണ്. മനുഷ്യന് അധ്വാനിക്കാനും സഞ്ചരിക്കാനും അതുപോലെ പല സംഗതികളും തേടി പുറപ്പെടാനും ഒക്കെ പറ്റുന്ന വിധത്തിലാണ് പകലിനെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത്. ഇത് മനുഷ്യന്റെ മാത്രം കാര്യമല്ല, ജീവജാലങ്ങൾക്കും അതുപോലെ സസ്യലോകത്തിനൊക്കെ ഈ വിധത്തിൽ രാവും പകലും വളരെ അനിവാര്യമായ, അവയുടെ നിലനിൽപ്പിന് വളരെ അനിവാര്യമായ പ്രതിഭാസങ്ങളാണ് എന്നത് കാണാൻ കഴിയും. ഈ വിധത്തില് വളരെ യോജിപ്പോടുകൂടി, വളരെ ഹാർമോണിയസ് ആയിട്ട് രാവും പകലും സൂര്യനും ഭൂമിയും ഈ പ്രതിഭാസങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ നൽകുന്ന സൂചന ഇതൊക്കെ വളരെ കേന്ദ്രീകൃതമായ ഒരേ ഒരു സ്രോതസ്സിൽ നിന്ന് നിയന്ത്രിക്കപ്പെടുന്നു എന്നതാണ്. പലരുടെയും വ്യത്യസ്തമായ നിയന്ത്രണത്തിലുള്ള സംഗതികളാണ് ഇവയൊക്കെ എങ്കിൽ ഒരിക്കലും തന്നെ മനുഷ്യനോ ജീവജാലങ്ങൾക്കോ വളരെ ഹാർമോണിയസ് ആയിട്ട് അവർക്ക് ഏറ്റവും ഉപകാരപ്രദമായ വിധത്തിൽ അവയെ പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്ന ഒരവസ്ഥയാവുകയില്ല ഉണ്ടാവുക. പകല് ദൈർഘ്യമേറിയാൽ, രാവ് ദൈർഘ്യമേറിയാൽ, അല്ലെങ്കിൽ പകല് ദൈർഘ്യം കുറഞ്ഞാൽ, രാവ് ദൈർഘ്യം കുറഞ്ഞാൽ ഒക്കെ തന്നെ വലിയ അനന്തരഫലങ്ങളാണ് കാണാൻ സാധിക്കുക. അപ്പൊ ഈ ക്രമീകരണം എന്നത് സാധ്യമായത് തന്നെ തൗഹീദിനുള്ള ഏറ്റവും വലിയ തെളിവായിട്ടാണ് അള്ളാഹുവിടെ നമ്മുടെ മുന്നിൽ ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിന്റെ ഏകത്വത്തെ, അള്ളാഹു നിങ്ങളുടെ സംരക്ഷകനും നിങ്ങളുടെ കാര്യത്തിലുള്ള സകല കാര്യങ്ങളും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നവനുമായ
ഒരു റബ്ബ് ആണ് എന്ന ആ സംഗതി എങ്ങനെയാണ് നിങ്ങൾക്ക് അസ്വീകാര്യമായി മാറുന്നത്? ഈ പ്രപഞ്ച സംവിധാനത്തിൽ അടങ്ങിയിട്ടുള്ള ഈ സമഗ്രതയും ഈ യോജിപ്പും ഒരേ ഒരു സ്രഷ്ടാവാണ് ഇവയെ നിയന്ത്രിക്കുകയും ഇവയെ സംവിധാനിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന അവസ്ഥയില്ലെങ്കിൽ എങ്ങനെ ഇത് യാഥാർത്ഥ്യമായി വരും? ഇതെങ്ങനെ സാധ്യമാകും എന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം ഉന്നയിക്കുന്ന വിധത്തിലാണ് ഈ കാര്യങ്ങൾ ഇവിടെ വിവരിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈല, മനുഷ്യന് ഏറ്റവും ആവശ്യമുള്ള ഒരു സംഗതിയാണ് രാവ്. ലിതസ്കുനൂ ഫീഹി, അതിൽ നിങ്ങൾ സക്കീനത്ത് കണ്ടെത്താൻ, നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ വിശ്രമവും ശാന്തി അടയലുമൊക്കെ നിങ്ങൾക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി അവൻ രാവിനെ ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിധത്തിൽ സംവിധാനിച്ചിരിക്കുന്നു, അതിന് രൂപകൽപ്പന നൽകിയിരിക്കുന്നു. വന്നഹാറ മുബിസുറ, പ്രകാശമാനമായ വിധത്തിൽ പകലിനെയും അവൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് ചെയ്തിരിക്കുന്നത് അള്ളാഹുവാണ്, പ്രപഞ്ചത്തിന്റെ ഏകനായ സ്രഷ്ടാവായ അള്ളാഹുവാണ്. നിങ്ങൾ സങ്കല്പിക്കുന്ന പോലെ പ്രപഞ്ചത്തിലെ ഓരോ പ്രതിഭാസത്തിനും ഓരോ സ്രഷ്ടാവാണ് ഉള്ളതെങ്കിൽ അവ പരസ്പരം ചേർന്നുകൊണ്ടുള്ള ഈ പ്രവർത്തനം, ഈ പ്രക്രിയ ഒരിക്കലും തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന വിധത്തിൽ വളരെ ഹാർമോണിയസ് ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയില്ല. അത് പകലിന്റെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാൻ പറ്റുന്ന വിധത്തിലും രാവിന്റെ സാന്നിധ്യം അനുഭവപ്പെടാൻ പറ്റുന്ന വിധത്തിലും ഒക്കെ ചന്ദ്രന്റെയും ഭൂമിയുടെയും ചലനത്തെ, സൂര്യന്റെയും ഭൂമിയുടെയും ചലനത്തെ അള്ളാഹു ക്രമീകരിച്ചത് കൊണ്ടാണ് അത് മനുഷ്യനും ജീവജാലങ്ങൾക്കും ഫലപ്രദമായി പ്രയോജനപ്പെടുന്നത് എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന വസ്തുത. ഇതൊരിക്കലും തന്നെ ബഹുദൈവത്വം എന്ന ആശയത്തെ ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ അത് ഈ വിധത്തിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന കാര്യം വിശദീകരിക്കാൻ സാധിക്കുകയില്ല. മനുഷ്യബുദ്ധിക്ക് യോജിക്കുന്ന ഒരു തലം അതിന്റെ വിശദീകരണത്തിന് കണ്ടെത്താനും അവർക്ക് കഴിയുകയില്ല. ഇതിന് ഏകനായ കാര്യങ്ങളെ സമഗ്രമായി ആസൂത്രണം ചെയ്യുന്ന ഒരേ ഒരു റബ്ബ് ഉണ്ടാവുമ്പോൾ മാത്രമേ ഈ കാര്യം സാധ്യമാകൂ എന്നതാണ് ഇവിടെ നൽകപ്പെടുന്ന സൂചന. അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി വന്നഹാറ മുബ്സിറ, നിങ്ങൾക്ക് വിശ്രമവും ശാന്തി അടയലും ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി രാവിനെയും അതുപോലെ പ്രകാശമാനമായ വിധത്തിൽ പകലിനെയും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അള്ളാഹുവാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസ്, ഈ ഒരൊറ്റ സംഗതി വെച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് മനുഷ്യരോട് വളരെയേറെ ഔദാര്യം കാണിക്കുന്നവനാണ് തീർച്ചയായിട്ടും അള്ളാഹു എന്നത്. രാവും പകലും എന്ന പ്രതിഭാസം തന്നെ അള്ളാഹുവിന്റെ ഫദ്ല്, അള്ളാഹുവിന്റെ ഔദാര്യം മനുഷ്യരുടെ കാര്യത്തിൽ എത്ര വിശാലവും വ്യാപ്തിയും ഉള്ളതുമാണ് എന്നത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ കാര്യം എങ്ങനെയാണ് മനുഷ്യന്റെ ഓരോ പ്രവർത്തനവും അവന്റെ ഓരോ താല്പര്യങ്ങൾക്കും അതിനൊരു എക്സ്പ്രഷൻ ഉണ്ടാകുന്ന വിധത്തിൽ അവന് കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്, അതിന് ഏറ്റവും യോജിച്ച വിധത്തിലുള്ള ഒരു പ്രാപഞ്ചികമായ ആസൂത്രണമാണ് നിർവഹിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് മനസ്സിലാക്കുമ്പോഴാണ് അള്ളാഹു മനുഷ്യരോട് എത്രയേറെ ഔദാര്യമാണ് ഈ ആസൂത്രണം ഈ വിധത്തിൽ നിർവഹിക്കുക വഴി ചെയ്തിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. എന്നാൽ മനുഷ്യരിൽ വളരെ പരിമിതമായ എണ്ണം ആളുകൾ മാത്രമാണ് ഈ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുകയും അത് ഉൾക്കൊള്ളുകയും അള്ളാഹുവിനോട് കൃതജ്ഞതയുള്ള ഒരു
ഒരു മാനസിക ഘടന അവരിൽ പ്രവർത്തനക്ഷമമാവുകയും ചെയ്യുന്നത്. വലാകിൻ അക്സറൻ നാസി ലാ യശ്കുറൂൻ. അള്ളാഹുവിനോട് ശുക്ർ കാണിക്കുന്ന, ഈ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്ന ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തില് വളരെ പരിമിതമാണ്. കൂടുതൽ പേരും ആ കൃതജ്ഞതാബോധമുള്ളവരല്ല എന്നതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, ഈ ഒരു അള്ളാഹു ഉണ്ടല്ലോ, അവനാണ് നിങ്ങളുടെ റബ്ബ് എന്നാണ് തുടർന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ രാവും പകലും ആസൂത്രണം ചെയ്ത, രാവും പകലും ഉണ്ടാകുന്ന വിധത്തില് സൂര്യനെയും ഭൂമിയെയും ഒക്കെ സംവിധാനിച്ചിട്ടുള്ള ആ അള്ളാഹു മാത്രമേ മനുഷ്യന്റെ സ്രഷ്ടാവായിട്ട് ശരിയാവുകയുള്ളൂ. കാരണം മനുഷ്യനാണ് ഈ രാവിനെയും പകലിനെയും പ്രയോജനപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷി. ജീവജാലങ്ങളും സസ്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെയും തന്നെ മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് എന്നത് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി ഈ വിധത്തില് വളരെ ഔദാര്യത്തോടു കൂടി അള്ളാഹു കാര്യങ്ങളെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ആ അള്ളാഹുവാണ്, ഈ സംവിധാനങ്ങൾ ഒരുക്കിയ അള്ളാഹു മാത്രമേ ആയിക്കൂടൂ നിങ്ങളുടെ റബ്ബ് എന്നതാണ് തുടർന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. സൂര്യനെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ഒരു ഇലാഹും മനുഷ്യനെ സൃഷ്ടിച്ചത് വേറെ ഒരു ഇലാഹുമാണെങ്കിൽ ഒരിക്കലും തന്നെ മനുഷ്യന് പ്രയോജനകരമാവുന്ന വിധത്തിൽ യോജിപ്പോടുകൂടി സൂര്യനും ഭൂമിയും ഒക്കെ അടങ്ങുന്ന ഈ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയില്ല. അത് ഇത്രയും യോജിപ്പോടു കൂടിയുള്ള ഒരു സംവിധാനമായി മാറുകയില്ല. എന്നിട്ട് ആ അള്ളാഹുവിനെ പരാമർശിച്ചുകൊണ്ട് തുടർന്ന് പറയുന്നത് ഖാലിഖു കുല്ലി ഷൈഇൻ, സകലതിന്റെയും സൃഷ്ടാവ് അവനാണ്. അപ്പൊ ഇത് കേവലമായ യാദൃച്ഛികതയല്ല, താനെ ഉണ്ടായി വന്നൊരു സംഗതിയല്ല. മനുഷ്യന്റെ ആവശ്യത്തിനു വേണ്ടി ആസൂത്രണം ചെയ്ത് അള്ളാഹു രൂപകൽപ്പന ചെയ്ത് നൽകിയിട്ടുള്ളതാണ്. ഇനി വേറെ സംഗതികൾക്ക് വേറെ ഒരു സൃഷ്ടാവുണ്ട് എന്ന് ആരും സങ്കല്പിക്കേണ്ട. എല്ലാറ്റിന്റെയും സൃഷ്ടാവ് അവൻ തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാ പ്രതിഭാസങ്ങളും പരസ്പരം യോജിപ്പോടുകൂടി ആക്ട് ചെയ്തുകൊണ്ട് പോകുന്നത് ഈ പ്രപഞ്ച സംവിധാനത്തിൽ നമ്മൾ കാണുന്നത്. അത് സൂര്യനും ഭൂമിയും ആകാശവും ഭൂമിയും അതുപോലെ ഈ പ്രപഞ്ചത്തിലെ വലിയ വലിയ സംവിധാനങ്ങളും മാത്രമാണ് എന്ന് സങ്കല്പിക്കേണ്ടതില്ല. മനുഷ്യന്റെ നിത്യജീവിതത്തിലെ വളരെ സാധാരണമായ കാര്യങ്ങളിൽ പോലും ഈ ആസൂത്രണത്തിന്റെ സമഗ്രത നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഭക്ഷ്യയോഗ്യമായ വിഭവങ്ങൾ ഭൂമുഖത്ത് വൃക്ഷങ്ങളിലും ചെടികളിലും മരങ്ങളിലും ഒക്കെ ഉണ്ടായി വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. മനുഷ്യന്റെ ശരീരഘടനയോട് ഏറ്റവും ഏറെ യോജിപ്പുള്ള വിധത്തിലാണ് ഈ ഫലവർഗങ്ങളൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് നമുക്ക് അവയെ പ്രയോജനപ്പെടുത്തുമ്പോഴെങ്കിലും മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ. മനുഷ്യൻ കൺസ്യൂം ചെയ്യുന്ന പഴവർഗ്ഗങ്ങള് അതുപോലെ കാർഷികോൽപ്പന്നങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ചു നോക്കൂ. അതൊക്കെയും തന്നെ ഒരു പ്രത്യേകമായ ഉദ്ദേശ്യത്തോടു കൂടി രൂപകൽപ്പന ചെയ്ത് ഇവിടെ സജ്ജമാക്കിയതാണ് എന്നത് കാണാൻ കഴിയും. മനുഷ്യന്റെ ആസൂത്രണത്തിന്റെ ഒന്നും ഫലമായിട്ടുണ്ടായതല്ല അതൊന്നും. മനുഷ്യൻ ചിലതൊക്കെ വികസിപ്പിച്ചെടുക്കുകയും മെച്ചപ്പെടുത്തുകയും ഒക്കെ ചെയ്യും. അത് മനുഷ്യൻ അള്ളാഹു കൊടുത്ത ബുദ്ധിയും കഴിവും ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മനുഷ്യന്റെ ഗവേഷണത്തിലൂടെ പല സംഗതികളും കൂടുതൽ ഉപയോഗപ്രദമാവുന്ന വിധത്തില് ഡെവലപ്പ് ചെയ്യുന്നത് കാണാം. കാർഷിക രംഗത്ത് പല അത്ഭുതകരമായ ഇടപെടലും മനുഷ്യൻ നടത്തുന്നത് കാണാം. പക്ഷെ അതൊക്കെയും അവന്റെ കണ്ടെത്തലുകൾ മാത്രമാണ്. ഇവിടെ പ്രവർത്തനക്ഷമമായിരുന്ന സാധ്യതകളെ മനുഷ്യൻ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത്. ഇപ്പോ കർഷകര് ചിലപ്പോ വൃക്ഷങ്ങളിൽ നല്ല വേറെ ഏതെങ്കിലും വിഭാഗത്തിൽപ്പെട്ട വൃക്ഷങ്ങളുടെ ശിഖിരം ബഡ് ചെയ്ത് പിടിപ്പിച്ച് എളുപ്പത്തിൽ
കായികനികൾ തരുന്ന വിധത്തിൽ അതിനെ ഏഹ്, പല ഇടപെടലുകളും നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു വൃക്ഷത്തിന്റെ ഒരു ഒരു ഭാഗം മറ്റൊരു വൃക്ഷത്തിന്റെ ഒരു ഭാഗവുമായിട്ട് അത് ചേർന്ന് വരുന്നു എന്നത് മനുഷ്യനുണ്ടാക്കിയ ഒരു സംഗതിയല്ല. മനുഷ്യൻ അത് പരീക്ഷണത്തിലൂടെ ചെയ്തു നോക്കി കണ്ടെത്തിയതാണ്. അല്ലെങ്കിൽ ഒരു വൃക്ഷത്തിന്റെ ഒരു ശിഖരം മറ്റൊരു വൃക്ഷവുമായിട്ട് ചേർന്ന് വളരുക എന്നത് ആ ഒരു സാധ്യത ഉണ്ടാക്കിയത് ഒരിക്കലും മനുഷ്യനല്ല. ആ സാധ്യത ഉണ്ട് എന്നത് അവൻ മറ്റ് കോടിക്കണക്കിന് സംഗതികൾ മനുഷ്യൻ കണ്ടെത്തിയതുപോലെ മനുഷ്യന്റെ ശ്രമങ്ങളിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും ഒക്കെ ആയിട്ട് കണ്ടെത്തിയിരിക്കുകയാണ്. അപ്പൊ ഈ വിസ്മയകരമായ സാധ്യതകളോടെ അതൊക്കെ ഉള്ള വിധത്തിലാണ് അള്ളാഹു ഇതിനെ ഒക്കെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിന്റെ ഒക്കെ ഒരു കേന്ദ്ര താല്പര്യം നമുക്ക് കണ്ടെത്താൻ കഴിയും. മനുഷ്യൻ എന്ന ഒരു അസ്തിത്വത്തിന്റെ സാന്നിധ്യം, അവന്റെ അന്വേഷണങ്ങൾ, അവന്റെ ആവശ്യങ്ങൾ തുടങ്ങിയിട്ടുള്ള സംഗതികളുമായിട്ട് വളരെയേറെ ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് ഈ സാധ്യതകളൊക്കെയും എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് കൂടിയാണ് ഇത് മനുഷ്യൻ ഓരോന്ന് കണ്ടെത്തുമ്പോൾ അവൻ അതിന്റെ പേരിൽ വലിയ ഔദ്ധത്യം കാണിക്കുന്നതിന് വലിയ അർത്ഥമൊന്നുമില്ല. അത് നിലവിലുള്ള സാധ്യതകളെ അവൻ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുകയാണല്ലോ. ഒരിക്കലും തന്നെ ഈ സാധ്യതകൾ അവന്റെ സൃഷ്ടിയല്ല. അപ്പൊ ഈ സാധ്യതകളോടുകൂടി ഈ സംവിധാനങ്ങൾ ഈ വിധത്തിൽ ഒരുക്കിയിട്ടുള്ളത് അത് ഉദ്ദേശ്യപൂർവമായ ദൈവികമായ ഇടപെടലാണ് എന്നത് മനുഷ്യൻ തിരിച്ചറിയുമ്പോഴാണ് എത്ര വ്യാപ്തിയുള്ള, എത്ര സൂക്ഷ്മ തലത്തിലേക്ക് പോലും എത്തുന്ന വിധത്തിലുള്ള ഔദാര്യമാണ് മനുഷ്യരോട് അള്ളാഹു കാണിച്ചിട്ടുള്ളത് എന്നത് മനസ്സിലാക്കാൻ സാധിക്കാം. ഇന്നല്ലാഹ ലദു ഫളിൻ അലന്നാസ്, ജനങ്ങളോട് വളരെ ഏറെ ഔദാര്യം കാണിക്കുന്നവനാണ് അള്ളാഹു എന്നാണ് ഇവിടെ പറഞ്ഞത്. വലാക്കിൻ അക്സറൻ നാസി ലാ യശ്കുറൂൻ, പക്ഷെ ഇത് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കുന്നവരല്ല മനുഷ്യരിലേറെ പേരും എന്നുകൂടി അള്ളാഹു ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. മനുഷ്യൻ പല തലങ്ങളിലും പല തട്ടുകളിലുമായിട്ടാണുള്ളത്. കാര്യങ്ങളുടെ സാധ്യതകളെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പുതിയ പല സംഗതികൾക്കും സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരം പരീക്ഷണങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾ കുറവാണ്. അത്തരം കണ്ടെത്തലുകളിലൂടെ ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ നിഗൂഢതകളെ മനസ്സിലാക്കി അതിന്റെ പുറകിൽ നിലകൊള്ളുന്ന ആസൂത്രകനെ തിരിച്ചറിയുന്ന ആളുകൾ കുറവാണ്. ഇനി പ്രത്യക്ഷത്തിൽ നമ്മുടെ കൺമുന്നിൽ കാണുന്ന സാധ്യതകളെ അതിന്റെ പ്രാഥമികമായ ആവശ്യങ്ങൾക്കായിട്ട് പ്രയോജനപ്പെടുത്തുന്ന ആളുകൾ പോലും അങ്ങനെ ഒരുക്കി വെച്ചിരിക്കുന്ന ഈ പ്രപഞ്ചം, ഈ സംവിധാനം, ഭൂമുഖത്തെ സാധ്യതകൾ, ഇതിന്റെ പേരിൽ തന്റെ സ്രഷ്ടാവായ റബ്ബിനോട് കൃതജ്ഞത കാണിക്കുന്നുണ്ടോ എന്നത് പരിശോധിച്ചാൽ അങ്ങനെ ചെയ്യുന്നവരും ആളുകളുടെ കൂട്ടത്തിൽ വളരെ കുറവാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. തുടർന്ന് അള്ളാഹു പറയുന്നത്, ഈ മനുഷ്യരിലേറെ പേരും ഈ കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൃതജ്ഞത കാണിക്കുന്നവരല്ല എന്ന് പറഞ്ഞു വെച്ചതിന് ശേഷം പറയുന്നത്, ദാലിക്കുമുല്ലാഹു റബ്ബുക്കും, ഈ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മനുഷ്യന് ഈ വിധത്തില് അവന്റെ ചുറ്റുപാടുകളെ സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ആ അള്ളാഹു ഉണ്ടല്ലോ, അവനാണ് നിങ്ങളുടെ റബ്ബ് എന്ന്. അവനെ ആയിക്കൂടൂ നിങ്ങളുടെ റബ്ബ്. കാരണം അപ്പോഴേ മനുഷ്യനും ഈ പ്രകൃതിയിലെ സംവിധാനങ്ങളും തമ്മിൽ വലിയ യോജിപ്പുണ്ടാവുള്ളൂ. പ്രകൃതി ഒരുക്കുന്ന ഈ സാഹചര്യങ്ങളെ മനുഷ്യന് ഉപയോഗപ്രദമായ വിധത്തിലായി മാറുന്നത് മനുഷ്യൻ ആ വിധത്തില് രൂപകൽപ്പന ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. പ്രകൃതി ഒരു വഴിക്കും മനുഷ്യന്റെ ആസൂത്രണം വേറൊരു വഴിക്കുകയാണെങ്കിൽ മനുഷ്യന് അത് പ്രയോജനകരമാവുകയില്ല. അതിൽ ആസ്വാദനമോ അല്ലെങ്കിൽ പ്രയോജനമോ സന്തോഷമോ കണ്ടെത്താൻ മനുഷ്യന് കഴിഞ്ഞോളണമെന്നില്ല.
ഇത് മനുഷ്യന് പറ്റുന്ന വിധത്തിൽ പ്രകൃതിയും പ്രകൃതിയുടെ സംവിധാനങ്ങളോട് ഏറ്റവും യോജിച്ച വിധത്തിൽ മനുഷ്യനും ആസൂത്രണം ചെയ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഈ കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തനക്ഷമമായിട്ടുള്ളത്. ആ ഒരു കാര്യം പോയിന്റ് ഔട്ട് ചെയ്യുന്ന വിധത്തിലാണ് അള്ളാഹു പറയുന്നത്, ദാലിക്കുമുല്ലാഹു, അതാണ് നിങ്ങളുടെ അള്ളാഹു, റബ്ബുക്കും, നിങ്ങളുടെ റബ്ബായ, നിങ്ങളുടെ നാഥനായ അള്ളാഹു. അപ്പൊ നിങ്ങളുടെ നാഥനായിട്ട് ഈ സൂര്യനെയും അതുപോലെ ഭൂമിയെയും ഈ സംവിധാനങ്ങളെയും ഈ വിധത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള അള്ളാഹു മാത്രമേ ആയിക്കൂടൂ. കാരണം അവനാണ് സൂര്യനെയും ഭൂമിയെയും സംവിധാനങ്ങളെയും ഈ വിധത്തിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് പ്രയോജനപ്പെടുന്ന വിധത്തില് മനുഷ്യന്റെ പ്രകൃതത്തെയും രൂപകൽപ്പന ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. ഇത് രണ്ടും ഒരു ഒരാള് തന്നെ ആകുമ്പോഴും മാത്രമാണ് ഇത് ഫലപ്രദമാവുക. അതാണ് ഈ പ്രകൃതിയിൽ അടങ്ങിയിട്ടുള്ള അള്ളാഹുവിന്റെ ഏകത്വത്തിനുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു അടയാളപ്പെടുത്തലായിട്ട്, ഒരു ആയത്തായിട്ട് അള്ളാഹു ഇവിടെ മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഖാലിഖു കുല്ലി ശൈഇ, എല്ലാറ്റിന്റെയും സൃഷ്ടാവ് അവനാണ്. അതേ പറ്റുകയുള്ളൂ. എല്ലാറ്റിന്റെയും സൃഷ്ടാവ് അള്ളാഹു ആകുമ്പോഴേ ഈ സംവിധാനം ഈ വിധത്തിൽ പ്രവർത്തനക്ഷമമാവുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലാഹു. അപ്പൊ അങ്ങനെയുള്ളൊരു സൃഷ്ടാവാണ് ഇലാഹാവേണ്ടത്, ആരാധിക്കപ്പെടുന്നവനാവേണ്ടത്, പരിഗണന നൽകപ്പെടേണ്ടവനാകുന്നത്. അവനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നത് ഈ പ്രാപഞ്ചിക സംവിധാനത്തിലെ വിസ്മയകരമായ യോജിപ്പാണ്, ഹാർമണിയാണ് എന്നത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ടും പ്രപഞ്ചത്തിലെ സകലമാന പ്രതിഭാസങ്ങളും പരസ്പരം യോജിപ്പോടുകൂടി ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സംവിധാനം കാണാനും നിരീക്ഷിക്കാനും സാധിച്ചിട്ടും നിങ്ങൾ എവിടെ നിന്നാണ് വഴിതെറ്റിക്കപ്പെടുന്നത് എന്നതാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ചോദ്യം. ഫഅന്നാതു ഉഫകൂൻ, നിങ്ങൾക്ക് എങ്ങനെ വഴിതെറ്റിപ്പോകുന്നു, നിങ്ങൾ എങ്ങനെ വഴിതെറ്റിക്കപ്പെടുന്നു? ഈ പ്രപഞ്ചത്തിലെ സംവിധാനങ്ങളുടെ ഈ പരസ്പരമുള്ള യോജിപ്പുണ്ടല്ലോ, ഈ യോജിപ്പ് കൊണ്ട് മാത്രമാണ് മനുഷ്യ ജീവിതം നിങ്ങൾ അനുഭവിക്കുന്ന വിധത്തില് സാധ്യമാവുന്നത്. ഈ കാര്യം മനസ്സിലാക്കാൻ സാധിച്ചിട്ട് പോലും നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹു അല്ലാത്തവരുടെ ദിവ്യത്വത്തെ ഉൾക്കൊള്ളുന്നവരായി മാറുന്നത്? മറ്റുള്ളവരെ അള്ളാഹുവിനോടൊപ്പം ദിവ്യത്വമുള്ളവരായി സങ്കല്പിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ എങ്ങനെ അള്ളാഹുവിന്റെ ഏകത്വം എന്ന ഈ അടിസ്ഥാന ആശയത്തിൽ നിന്ന് വഴിതെറ്റിക്കപ്പെടുന്നു? നിങ്ങൾ എവിടെ നിന്നാണ് ഈ വഴി പിരിഞ്ഞു പോകുന്ന, വഴി തെറ്റിപ്പോകുന്ന കാര്യം സംഭവിക്കുന്നത് എന്നതാണ് ചോദിക്കപ്പെടുന്ന കാര്യം. കദാലിക, എന്നിട്ട് തുടർന്ന് അള്ളാഹു പറയാണ്, ഈ വിധം പ്രപഞ്ച സംവിധാനത്തിന്റെ ഈ സാകല്യവും സമഗ്രതയും പരസ്പരമുള്ള യോജിപ്പും പോലെയുള്ള കാര്യങ്ങളെ വിസ്മരിക്കുക വഴിയാണ്, ഈ വിധത്തിലാണ് യുഫകുല്ലദീന കാനൂ ബി ആയാത്തില്ലാഹി യജ്ഹദൂൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ വഴിതെറ്റിപ്പോകുന്നത് ഈ സമഗ്രതയും ഈ സാകല്യവും ഈ പരസ്പരമുള്ള യോജിപ്പും കാണാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് എന്നതാണ് അള്ളാഹു ഇവിടെ നൽകുന്ന സൂചന. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവർ ഈ വിധത്തിലാണ് വഴിതെറ്റിപ്പോകുന്നത് എന്ന് പറയുമ്പോൾ ഏതാണ് ഇവിടെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ പരാമർശിക്കപ്പെട്ട പ്രപഞ്ചത്തിലെ ഈ സംവിധാനവും അതില് വളരെ യോജിപ്പോടുകൂടി പ്രവർത്തനക്ഷമമാകുന്ന ഈ പ്രക്രിയയും ഒക്കെ തന്നെ. അതിനെ അതിന്റെ ശരിയായ തലത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കുന്ന ആളുകൾ ഒരിക്കലും തന്നെ അള്ളാഹുവിന്റെ ഏകത്വം എന്ന ഈ അടിസ്ഥാന ആശയത്തിൽ നിന്ന് തെറ്റിപ്പോവുകയില്ല. എന്നാൽ ഇപ്പൊ നമ്മള് ജീവജാലങ്ങളുടെ ഫുഡ് സൈക്കിള് ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. ഇവിടെ ജീവജാലങ്ങൾ പരസ്പരം, അപ്പോ ഒരു സിംഹം ഒരു മാനിനെ വേട്ടയാടുന്നത്, മാന്
ഈ പ്രകൃതിയിലെ അള്ളാഹു ഒരുക്കിയിരിക്കുന്ന സസ്യ സമ്പത്ത് ഭക്ഷിച്ചുകൊണ്ട് വളർന്ന് തടിച്ചു കൊഴുത്തു വരുന്നത്, മാനിനെ വേട്ടയാടിയിട്ട് അതിന്റെ ഭക്ഷണം, അതിന്റെ മാംസം ഭക്ഷിച്ച് സിംഹം ഉപേക്ഷിച്ചു പോകുന്നത്, വേറെ പല ജീവജാലങ്ങളും പ്രയോജനപ്പെടുത്തുന്നത്, അങ്ങനെ തുടങ്ങി ഇതോരോന്നും നെറ്റ്വർക്ക് ആയിട്ട് പരസ്പരം ബന്ധമുള്ള വിധത്തില് ഇവിടെ ഈ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. അതില് സമഗ്രമായ കേന്ദ്രീകൃതമായ ഒരു ആസൂത്രണം ഇല്ല എന്നൊരാൾ പറയണമെങ്കിൽ അത് അയാളുടെ അത്രയും ബുദ്ധിശൂന്യതയും ചിന്താശൂന്യതയും കാരണമായിട്ടേ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഉദ്ദേശ്യപൂർവം ഒരാള് കള്ളം പറയുന്നവനാകണം. കാരണം ഈ സംവിധാനത്തിൽ ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച വിധത്തിൽ ഒരു മാനിനെ വേട്ടയാടി സിംഹം അതിനാവശ്യമുള്ള മാംസം കഴിച്ച് ബാക്കി അവിടെ ഉപേക്ഷിച്ച് പോകുമ്പോൾ നമ്മൾ സങ്കല്പിക്കുക ബാക്കിയുള്ളത് വെറുതെ ആയി പോവുകയാണെന്നാണ്. അങ്ങനെ ബാക്കിയുള്ളത് വെറുതെ ആയി പോവുകയല്ല ചെയ്യുന്നത്. അത് പ്രയോജനപ്പെടുത്തുന്ന വേറെയും ധാരാളം ജീവജാലങ്ങൾ ഇവിടെ പ്രപഞ്ചത്തിലുണ്ട്. അള്ളാഹു അതൊക്കെയും പരസ്പരം ബന്ധപ്പെടുത്തിക്കൊണ്ടാണല്ലോ അവസാനം അതിന്റെ അസ്ഥികൂടത്തിൽ പറ്റിപ്പിടിച്ച് നിൽക്കുന്ന മാംസത്തിന്റെ അംശങ്ങൾ പോലും ഈ സംവിധാനത്തില് വളരെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തപ്പെടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ആ തലത്തിലുള്ള സൂക്ഷ്മമായ ജീവികൾ വരെ ഈ പ്രക്രിയയിൽ ഇൻവോൾവ് ആണ്. ഇത്രയും സമഗ്രമായ വിധത്തില് കാര്യങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെ എല്ലാം മുൻകൂട്ടി അതിന്റെ സമഗ്രതയിൽ കണ്ടുകൊണ്ട് ആസൂത്രണം ചെയ്ത ഒരു സ്രഷ്ടാവിന്റെ സാന്നിധ്യത്തെ, അങ്ങനെ ഒരു സ്രഷ്ടാവ് ഉണ്ട് എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടാതെ ഇരിക്കുക എന്നതാണ് ഏറ്റവും പ്രയാസമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനൊന്നുകിൽ മനുഷ്യന് അത്രയും വലിയ സത്യസന്ധതയില്ലായ്ക ഉണ്ടാവണം, അതല്ലെങ്കിൽ ഉദ്ദേശ്യപൂർവം പലതും മറച്ചു വെക്കാൻ അവന് പ്രയത്നിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും തന്നെ ഇത് മനസ്സിലാകാതിരിക്കാൻ കഴിയില്ല. അത്രയും ഒബ്വിയസ് ആണ്, അത്രയും തെളിമയും വ്യക്തതയും ഉള്ള ഒരു സംഗതിയാണ് ഈ പ്രപഞ്ച സംവിധാനത്തിൽ അടങ്ങിയിട്ടുള്ള സമഗ്രത എന്ന് പറയുന്നത്. അതൊരിക്കലും തന്നെ ഒരുപാട് ദൈവങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് നടക്കുന്ന ഒരു കാര്യമല്ല. വിശുദ്ധ ഖുർആൻ ഒരിടത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഒന്നിലേറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അവര് തമ്മില് പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടാകുമായിരുന്നത്. അത് നമുക്ക് ബോധ്യപ്പെടുന്ന ധാരാളം സംഗതികള് പ്രകൃതിയിൽ നമുക്ക്, അല്ലെങ്കിൽ മനുഷ്യ സമൂഹത്തിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ വിധത്തിൽ കാര്യങ്ങളെ ഒന്നിനോട് ചേർന്ന് യോജിപ്പോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമായിട്ട് ഈ പ്രപഞ്ചം, ഈ പ്രക്രിയ നിലനിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിനെ ആ വിധത്തിൽ ആസൂത്രണം ചെയ്ത ഒരു ഏകനായ ശക്തി ഉണ്ടാവുക എന്നത് തീർത്തും അനിവാര്യമായ ഒരു കാര്യമാണ് എന്നതാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. ഇതാണ് ഈ ദൃഷ്ടാന്തം, അള്ളാഹുവിന്റെ ഈ പ്രപഞ്ചത്തിൽ അടങ്ങിയിട്ടുള്ള പ്രകൃതിയുടെ ഈ ഗംഭീരമായ പരസ്പരമുള്ള യോജിപ്പിൽ അടങ്ങിയിട്ടുള്ള ദൈവിക ദൃഷ്ടാന്തം ഉണ്ടല്ലോ, അത് നിഷേധിക്കുന്ന ആളുകളാണ്, അത്തരം ആളുകളാണ് വഴിതെറ്റിക്കപ്പെടുന്നത്, ശരിയായ ദിശയിൽ നിന്ന് തിരിച്ചുവിടപ്പെടുന്നത് എന്നാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. കദാലിക യുഫകു, ഈ വിധത്തിൽ വഴിതെറ്റിക്കപ്പെടുന്നു ആരാണ്? അല്ലദീന കാനൂ ബി ആയാത്തില്ലാഹി യജ്ഹദൂൻ, അള്ളാഹുവിന്റെ ആയാത്തുകളെ നിഷേധിക്കുന്നവർ. അള്ളാഹുവിന്റെ ആയാത്തുകൾ ഇവിടെ പലതും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായത് ഈ സംഗതികളൊക്കെ വളരെ സമഗ്രമായി യോജിപ്പോടുകൂടി ആക്ട് ചെയ്യുന്നു എന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തെ പോലും നിഷേധിക്കുന്ന ആളുകള് വഴിതെറ്റിക്കപ്പെടും എന്നത്, അവര് ശരിയായ ജീവിത ദർശനം ലഭിക്കാത്തവരായി മാറും എന്നത് വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത്. പ്രകൃതിയിലെ ഈ പ്രതിഭാസങ്ങളെ മുൻനിർത്തിക്കൊണ്ട് വേണം അള്ളാഹുവിന്റെ ഏകത്വം എല്ലാവർക്കും ബോധ്യപ്പെടാൻ. ഒരിക്കലും തന്നെ പ്രകൃതിയിൽ ഈ
ഈ ഒരു പരസ്പരമുള്ള അനൈക്യമല്ല നമ്മൾ കാണുന്നത്. ഒന്ന് മറ്റൊന്നിന് പ്രയോജനകരമാവുന്ന വിധത്തിലുള്ള ഒരു സംവിധാനവും ഒരു പ്രവർത്തന പ്രക്രിയയുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് ഇവയെ അവയുടെ സാകല്യത്തില് രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഏകനായ ഒരു റബ്ബിന്റെ ആസൂത്രണം അതിന്റെ പുറകിലുള്ളത് കൊണ്ട് മാത്രമാണ് അത് പ്രവർത്തനക്ഷമമാവുന്നത്. അത് കാണാൻ കൂട്ടാക്കാത്ത ആളുകൾ തീർച്ചയായിട്ടും ശരിയായ മാർഗത്തിൽ നിന്ന്, സത്യമാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കപ്പെടുന്നു എന്നതാണ് സംഭവിക്കുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് ഗാഫിറിലെ 61 മുതൽ 63 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠനവിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.